നമസ്കാരം. സമരം കണ്ട് അറപ്പു തീർന്ന മണ്ണാണ് കേരളം. ഒരു രാഷ്ട്രീയ മേലാളന്മാർക്കും കയറി നിറങ്ങാൻ ഒരിക്കലും തങ്ങളുടെ ജനാധിപത്യാധികാരം വിട്ടുകൊടുക്കാത്ത ബോധവും വിദ്യാഭ്യാസവുമുള്ള തലമുറ അധിവസിക്കുന്ന മണ്ണ്. ഭരണപക്ഷമുണ്ടെങ്കിൽ കൃത്യമായ പ്രതിപക്ഷവും ഉണ്ടാകും. ഭരണപക്ഷത്തിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് തന്റെ ഇടത്തോടെ മുഖത്ത് നോക്കി ചെയ്യുന്നത് തെറ്റ് എന്ന് പറയാൻ ഒരു പ്രതിപക്ഷമില്ല എങ്കിൽ രാഷ്ട്രീയ മേലാളന്മാരുടെ അധികാരത്തിനും അഹങ്കാരത്തിനും നെറുകേടിനും സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന മണ്ണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കുമ്പോഴും ശക്തമായ ഓരോ വികസനത്തിനു പിന്നിലും ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം കൂടി ഉണ്ട് എന്ന് കേരളത്തിന്റെ ഏത് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാലും വ്യക്തമായി പറയാൻ കഴിയും. എന്നാൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന മണ്ണിൽ കഴിഞ്ഞ ദിവസം പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഏതു തന്നെയായാലും ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ്, നാണക്കേടാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് ആരോഗ്യ മേഖലയിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോഴും സമൂഹത്തിൽ കാണുന്ന എല്ലാ തിന്മകൾക്കുമെതിരെ പ്രതികരിച്ചു തന്നെ വളരേണ്ടവരാണ് പുതുതലമുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതികരിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, ഉത്തരം മുട്ടിക്കുന്ന പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകണം. പക്ഷെ അതിന്റെ പേരിൽ ഒരു വ്യക്തിക്കും, ഒരു ജനപ്രതിനിധിക്കും, ഒരു മന്ത്രിക്കും, ഒരു സ്ത്രീക്കും നേരെ കയ്യേറ്റം ഉണ്ടാകുന്നതിനെ ഒന്നിന്റെ പേരിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും മാന്യതാ തലത്തിലാകും. സ്ഥലം, സാഹചര്യം എന്നതൊക്കെ തീർത്തും മനസ്സിലാക്കിയുള്ള പ്രതിഷേധങ്ങൾക്കും മാത്രമേ കൈയടിക്കാൻ കേരള ജനത തയ്യാറാവൂ. മന്ത്രി എന്നതും ജനപ്രതിനിധി എന്നതും മാറ്റി നിർത്തിയാൽ പോലും വീണ ജോർജ് ഒരു സ്ത്രീയാണെന്നതും മാത്രം മുൻനിർത്തി നോക്കിയാൽ പോലും ചെയ്തത് അങ്ങേയറ്റം കാടത്തരമാണ് എന്നേ പറയാനാവും. ആരോഗ്യ മേഖലയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള പുരോഗതിക്കൊപ്പം തന്നെ എണ്ണി പറയാൻ മാത്രം പ്രശ്നങ്ങളും ഉണ്ട് എന്നത് വാസ്തവമായിരിക്കുമ്പോഴും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഇടമല്ല റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും മന്ത്രി സഞ്ചരിക്കുന്ന വഴികളുമൊന്നും. രാജഭരണമല്ല കേരളത്തിൽ. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ന്യായമായ അവകാശങ്ങൾ നടപ്പിലാക്കുന്നില്ല എങ്കിൽ ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടിയെയും പ്രതിനിധീകരിക്കാതെ തന്നെ ഓരോ പൗരനും അവകാശമുണ്ട്. പക്ഷേ സംസ്കാരശൂന്യമായ, വിവേകശൂന്യമായ, മനുഷ്യത്വരഹിതമായ ചോദ്യം ചെയ്യലിൽ ഊറ്റം കൊള്ളുന്നത് കേവലം ചോരത്തിളപ്പ് മാത്രമാണ്. ആഴ്ചകൾക്കകം കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വേണം ഇത്തരം മന്ത്രിമാരും ഇടതുപക്ഷവും ചെയ്തു കൂട്ടുന്ന തിന്മകളെ പറ്റി വിളിച്ചു പറയേണ്ടത്. അവിടെ വേണം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. വോട്ട് നേടി അധികാരത്തിൽ കയറി അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയല്ല ഭരിക്കേണ്ടത് പിണറായി സഖാവേ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത്. അതിനു പകരം ചെറുപ്പത്തിലെ ചോരത്തിളപ്പിൽ ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്ന വിദ്വേഷം കേട്ട് വിറളി പൂണ്ട് പ്രതികരിക്കാൻ മാത്രം അറിയാവുന്ന അനുയായികളെ കൊണ്ട്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അനുയായികളെ കൊണ്ട്, ആരോഗ്യ മേഖലയിലെ കത്രികയ്ക്കും കത്തിക്കും വടിവാളിനും കണക്കു പറയിക്കാൻ ഇറങ്ങുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അഴിമതിയും അക്രമവും ഉണ്ടായെങ്കിൽ ചോദ്യം ചെയ്യുന്നതിലല്ല നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾക്ക് തെറ്റിയത് ചോദ്യം ചെയ്ത ഇടവും സാഹചര്യവും എന്താണെന്നതിലാണ്. കഴിഞ്ഞ 10 വർഷത്തെ 2 പെണ്ണുങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ചവിട്ടിത്താഴ്ത്തി എന്ന് കണ്ണടച്ച് ചെവിപൊത്തി പറയുമ്പോൾ സത്യം തെളിവുകളോടെ മുന്നിലുണ്ട് എന്ന് മറക്കരുത്. ഒരു സ്ത്രീ അധികാരം കൈയാളുമ്പോൾ അസഹിഷ്ണുത നുരഞ്ഞു പൊന്തുന്ന പുരുഷ മേളാളന്മാർ അമ്മച്ചി എന്ന് വിളിച്ച് ഉറഞ്ഞു തുള്ളുന്നത്, സോഷ്യൽ മീഡിയയിൽ ആക്രോശിക്കുന്നത് നട്ടലില്ലായ്മയാണ്. മറ്റു പല മേഖലയിലും അഴിമതിയും പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ആക്രോശിക്കുന്ന നേതാക്കന്മാർക്ക് വീണ ജോർജിനോട് മാത്രം വൈരാഗ്യം നിലനിൽക്കുന്നുവെങ്കിൽ അത് പേടിച്ച് പിന്തിരിഞ്ഞോടാത്ത, തനിക്ക് നേരെ ആഞ്ഞടിക്കുന്ന വേട്ടപ്പട്ടികളോട് എന്താടാ എന്ന് മുഖത്തു നോക്കി ചോദിക്കുന്ന ശൗര്യത്തോടുള്ള പകയും, ആരോഗ്യ മേഖലയെ കുത്തക സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ കൈമടക്ക് വാങ്ങിയതിന്റെ അലർച്ചയുമൊക്കെയാണ് എന്ന് കുറഞ്ഞ പക്ഷം തിരിച്ചറിയുന്നതുണ്ട് കേരളത്തിലെ ജനങ്ങൾ. ഒന്നേ പറയാനുള്ളൂ, രാഷ്ട്രീയത്തിന്റെ വൈരാഗ്യം ലഹരി പോലെ നേതാക്കന്മാർ ഇഞ്ചക്ട് ചെയ്തു തരുമ്പോൾ തലതല്ലി പൊളിക്കാനും കുത്തിനു പിടിക്കാനും ഇറങ്ങി പുറപ്പെടുന്ന വാലാട്ടി അണികൾ, അതിന് കോൺഗ്രസുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ഒരൊറ്റ നേതാവും കാലങ്ങളോളം പിന്നാലെ കേസിനും അഴിക്കുള്ളിൽ കൂട്ടുകിടക്കാനും വരില്ല. പെറ്റുപോറ്റിയ അച്ഛനും അമ്മയും നെഞ്ചുപൊട്ടി കരയുന്നത് പോലെ കരയാൻ ഒരുത്തനും കൂടെ ഉണ്ടാവില്ല. ചോരത്തിളപ്പ് മാറുമ്പോൾ ബാക്കിയാകുന്നത് ആർക്കൊക്കെയോ വേണ്ടി തുലച്ചു കളഞ്ഞ ഭാവി മാത്രമാകും.